തമിഴ് സോഷ്യൽ മീഡിയ അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഹാപ്പി രാജ് എന്നുള്ള ഈ സിനിമ ഒരുവിധപ്പെട്ട എല്ലാ തമിഴ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഈ സിനിമയെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓസ്കാർ ലെവൽ തള്ളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ രീതിയിൽ നല്ല ഓൺലൈൻ പ്രൊമോഷൻ നൽകിയിട്ടുള്ള ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രദീപ് രംഗനാഥിന്റെ ശിഷ്യനായിട്ടുള്ള മറിയ രാജ ഇലഞ്ചെറിയാണ്. ന്യൂജൻ ഫാമിലി റൊമാൻറ്റിക് കോമഡി എന്നുള്ള രീതിയിലാണ് ഇവർ ഈ സിനിമ പബ്ലിസിറ്റിയെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ന്യൂജൻ അല്ലാത്തതുകൊണ്ടോ ചിലപ്പോൾ തന്തവൈവായതുകൊണ്ടായിരിക്കാം ഈ സിനിമ പക്ക ഡബിൾ സ്റ്റാൻഡേർഡ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ റിവ്യൂ പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ DCP ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണ്. കാരണം എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഈ സിനിമയിലുള്ള നായകൻ്റെ എന്ന് പറയുമ്പോൾ ഈ സിനിമ എഴുതിയ സംവിധായകൻ്റെയൊക്കെ ഡബിൾ സ്റ്റാൻഡേർഡ് ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നത് കൊണ്ട് തന്നെ ഓഫ് കോഴ്സ് സ്പോയിലേഴ്സ് അഹെഡ്. ഒരു ഗ്രാമത്തിലാണ് ഈ കഥയുടെ തുടക്കം. ഈ ഗ്രാമവാസികളെല്ലാം കൂടി കുതിരമുട്ട എന്ന് കളിയാക്കി വിളിക്കുന്ന ഒരാൾ, അയാളുടെ മകനാണ് നമ്മുടെ നായകൻ. അപ്പോൾ ഈ കുതിരമുട്ട എന്നുള്ള അച്ഛൻ്റെ ഇരട്ടപ്പേരാണ് ഈ നായകൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ചെറുപ്പം മുതൽ എല്ലാവരും കുതിരമുട്ട ജൂനിയർ എന്നുള്ള രീതിയിലാണ് ഈ നായകനെ കളിയാക്കി വിളിക്കുന്നത്. അപ്പോൾ ഈ കുതിരമുട്ട എന്നുള്ള ഒരു ഇരട്ടപ്പേരുള്ളതുകൊണ്ട് ചെറുപ്പത്തിൽ ഇപ്പോൾ സ്കൂൾ ലൈഫിലൊന്നും ഒരു നല്ലൊരു ലവ് ലൈഫൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അഡോളസൻസ് എല്ലാം കഴിഞ്ഞ് പിന്നീട് വലിയ ആളായി കഴിയുമ്പോൾ ഒരു കാമുകിയെ കിട്ടുന്നു. ആ കാമുകിക്ക് ഇവനോട് പ്രശ്നങ്ങളൊന്നുമില്ല, ഇവൻ കാണാൻ നല്ലതാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷേ ഇവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുതിരമുട്ട എന്നുള്ള ആളുടെ മരുമകൾ എന്നുള്ള പേരിൽ അറിയപ്പെടും എന്നുള്ള രീതിയിൽ ഈ പെണ്ണ് അവനെ റിജക്റ്റ് ചെയ്യാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നായകന് അച്ഛനോട് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ഈ കുതിരമുട്ട എന്നുള്ള പേര് ഈ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും പോവില്ല. അപ്പം നാട് വിട്ടു പോകണം, നാട് വിട്ടു പോയി കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം, അപ്പോൾ ഈ അച്ഛൻ്റെ കാര്യങ്ങളൊന്നും അറിയാതെ അവളെ കല്യാണം കഴിക്കണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടാണ് അച്ഛൻ നാട് വിടുന്നത്. അങ്ങനെ ബാംഗ്ലൂർ. അപ്പോൾ സിനിമ തുടങ്ങി കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും പിന്നെ ബാംഗ്ലൂരിലാണ് എല്ലാ കഥയും നടക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ എത്തിക്കഴിയുന്നു, നായകൻ നായികയെ പരിചയപ്പെടുന്നു. പിന്നീട് ഇവർ പ്രണയത്തിലാവുന്നുണ്ട്. പ്രത്യേക റീസണും കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ ഈ സിനിമയുടെ കഥയ്ക്ക് ഇവർ പ്രണയത്തിലാവണമല്ലോ, എന്നാലേ ഈ കഥ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത്രയും കാലം നമ്മൾ വിചാരിക്കും അച്ഛൻ്റെ ഇരട്ടപ്പേര് എന്നുള്ളതായിരിക്കും ഇയാൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. പക്ഷേ ഇരട്ടപ്പേരല്ല, ഈ അച്ഛൻ്റെ രൂപം. അച്ഛൻ ഉയരം കുറവാണ്, അച്ഛന് കറുത്ത നിറമാണ്. അപ്പോൾ അച്ഛനെ ഈ സമൂഹത്തിന് മുമ്പിൽ കാണിക്കാനുള്ള ഇവൻ്റെ ഈ ബുദ്ധിമുട്ടുണ്ടല്ലോ, ഈ നാണക്കേട്, അതാണ് പിന്നീട് ഇവൻ്റെ പ്രശ്നം. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫിന് മുമ്പ് വരുന്ന കുറച്ച് സീനുകളാണ്, അല്ലെ ഞാൻ പറഞ്ഞുതരാം. ഈ നായകൻ്റെ കുടുംബ ഫോട്ടോ, ഫാമിലി ഫോട്ടോ നായികക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഈ നായകൻ്റെ ഉള്ളിൽ ഈ കോംപ്ലക്സ് ആണല്ലോ, അതായത് എൻ്റെ അച്ഛൻ പൊക്കമില്ല, അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന ഇതാണ് എൻ്റെ അച്ഛൻ എന്നുള്ള രീതിയിൽ കാണിക്കാൻ പറ്റുന്ന ഒരാളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നായികയുടെ ഭാഗത്ത് ഒരു നെഗറ്റീവ് റിമാർക്ക് വരുമ്പോൾ നമ്മുടെ നായകൻ പറയുന്നത് എന്താണെന്നറിയോ, അപ്പം നീ ആളുടെ മുഖവും നിറവും ഒക്കെ നോക്കിയിട്ട് ആളെ ജഡ്ജ് ചെയ്യുന്ന ആളാണല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും വഡ്ഡ, കാരണം നമ്മുടെ നായകൻ തന്നെ ഇങ്ങനെ ഒരുത്തനല്ലേ, അതുകൊണ്ടാണല്ലോ നാട് വിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്, പിന്നെ ഇവനെന്ത് വലിയ ആളാവുന്നത്, ആ ഒരു ചിന്തയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലൊരു മൊണ്ണ ക്യാരക്ടറാണ് നമ്മുടെ നായകൻ എന്നുള്ള രീതിയിൽ നമുക്ക് നായകനോട് യാതൊരുവിധ ഇമോഷനോ അടുപ്പമോ തോന്നുന്നില്ല. പിന്നീട് അടുത്തൊരു സീൻ വരുന്നത് നമ്മുടെ പുലിവാൽ കല്യാണം സിനിമ, അതിനകത്തൊരു ഫേമസ് ആയിട്ടുള്ള സീക്വൻസ് ഉണ്ട്, ഒരു കല്യാണ നിശ്ചയത്തിൽ വരുന്നത്. അതായത് ഒരു ക്ലാസ് ഡിഫറൻസ് ആണ് നമ്മളവിടെ കാണുന്നത്. അത് പണക്കാരുടെ വീട്ടിലെ ഒരു ഫംഗ്ഷനിലേക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എത്തുന്നു. അപ്പോൾ ഈ ക്ലാസ് ഡിഫറൻസിന്റെ പേരിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, കുറേ കോമഡി, അങ്ങനെയുള്ള സംഭവങ്ങൾ, അതുപോലൊരു സീക്വൻസ് ഇതിലും ഉണ്ട്. അതായത് ഗ്രാമവാസിയായിട്ടുള്ള അച്ഛൻ ഗ്രാമത്തിലുള്ള ഒരുപാട് പേരെ കൂട്ടി ഈ ഒരു ഫംഗ്ഷനിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ വെച്ച് അച്ഛൻ നാണം കെടുകയാണ് എന്ന് അറിയുമ്പോഴൊന്നും നമ്മുടെ നായകൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ക്ലാസ് ഡിഫറൻസിന്റെ പേരിൽ ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള പ്രശ്നം അവിടെ വഷളായി മാറി. അത് കഴിഞ്ഞിട്ട് പിന്നീട് നായികയോട് നായകൻ എന്ന് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ വ്യവസായിയാണ്, എൻ്റെ അച്ഛൻ അങ്ങനെയാണ്, എൻ്റെ അച്ഛൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊരു ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു അച്ഛനെ ഇഷ്ടമല്ല അതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു അച്ഛൻ എൻ്റെ ലൈഫിൽ വേണ്ട എന്ന് പറയുന്ന അങ്ങനെയുള്ളൊരു നായകനായിരുന്നില്ല ഇത്രയും നേരം. അപ്പോൾ ഈ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടല്ലോ, ഇതിങ്ങനെ മുഴച്ച് നിൽക്കുകയാണ്. അതായത് ഇവർക്ക് കോമഡി സീക്വൻസിന് വേണ്ടിയിട്ടും ഇമോഷണൽ സീക്വൻസിന് വേണ്ടിയിട്ടും തോന്നുന്ന പോലെയൊക്കെ എഴുതി വെക്കുകയാണ് ഈ സിനിമ. പക്ഷെ അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഇപ്പൊ ഈ നഗരത്തിലെ പണക്കാരുടെ പാർട്ടിയിൽ പോയി അപമാനിതരായിട്ടുള്ള ഗ്രാമവാസികൾ അവരുടെ റിവഞ്ച് എന്നുള്ള രീതിയിൽ പിന്നീട് ഇതിനകത്ത് അച്ഛൻ കഥാപാത്രം ചെയ്തിരിക്കുന്ന ജോർജ് മരിയനാണ്. അപ്പോൾ ജോർജ് മരിയന് ഒരു വലിയ മാസ് സീൻ എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. പുള്ളി പിന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, സ്റ്റാറ്റസ് എൻ്റെ കയ്യിൽ കാശുണ്ട്, ആ രീതിയിൽ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതൊരു വലിയ ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ കാണിച്ചാലും ഈ കഥയുണ്ടല്ലോ, ഈ മൂല കഥയായിട്ട് ഇത് ഒട്ടും ബ്ലെൻഡ് ആവുന്നില്ല. കാരണം ഇങ്ങനെയുള്ളൊരു അച്ഛനാണ് നായകനുള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നായകൻ ഒരിക്കലും ബാംഗ്ലൂർ എത്തില്ല. ആ സീക്വൻസിൽ എന്ത് വേണോ അതുപോലെ തോന്നുന്ന രീതിയിലൊക്കെ ഇങ്ങനെ എഴുതി കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇനി ട്വിസ്റ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മാത്രമല്ല, ഈ പടം അവസാനിക്കാൻ നേരത്ത്
ചെറുപ്പത്തിൽ നായകന് 6 7 വയസ്സുള്ളപ്പോൾ ഇവർ ആഗ്ര താജ്മഹൽ കാണാൻ വേണ്ടി ഒരു യാത്ര പോകുന്നുണ്ട്. അപ്പോൾ ആ യാത്ര നടക്കുന്നില്ല. അപ്പോൾ ആ യാത്ര നടക്കാത്തതിൻ്റെ ആ ഒരു ടിക്കറ്റ് ഉണ്ടല്ലോ, ആ ടിക്കറ്റ് ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ച ഒരാളാണ് മകൻ എന്നുള്ള രീതിയിലാണ് പിന്നീട് ഇതിൻ്റെ ഫൈനൽ ആക്ടിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അച്ഛൻ, അതായത് ഈ അച്ഛൻ്റെ ഫോട്ടോ നോക്കിയിട്ട് കാറി തുപ്പുന്ന ഒരു മകനാണ്. അയാൾ പണ്ടെങ്ങാനും നടക്കാത്തൊരു യാത്രയുടെ പേരിൽ ഒരു ടിക്കറ്റൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുക എന്നുള്ള ആ രീതിയിലേക്ക് പിന്നീട് ഇതിൻ്റെ ഫൈനൽ ആക്ട് വരുന്നു. സംഭവം മനസ്സിലായില്ലേ? അച്ഛൻ പാസം ഇല്ലേ, അച്ഛൻ പാസം ഇങ്ങനെ കുത്തിക്കയറ്റി നമ്മുടെ അണ്ണാക്കിലേക്ക് ഇങ്ങനെ കുത്തിക്കയറ്റി തരികയാണ് ഈ പടം. അത് അപ്പോൾ വിചാരിച്ചു ഓക്കെ ഫൈനലി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ പടം അങ്ങ് തീരട്ടെ എന്ന്. പക്ഷേ ഇവർക്ക് ട്വിസ്റ്റിൻ്റെ അസുഖമുള്ളതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷം വേറെ, അതായത് ഈ പടത്തിലെ മെയിൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അച്ഛനും അമ്മായച്ഛനും, നായകൻ്റെ അച്ഛനും അമ്മായച്ഛനും തമ്മിലുള്ള അവർ തമ്മിലൊരു ഈഗോ ക്ലാഷ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. സെക്കൻഡ് ഹാഫ് മുഴുവൻ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന കുറേ ഓഞ്ഞ കോമഡി സീക്വൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ സിനിമയുടെ മെയിൻ കോൺഫ്ലിക്റ്റ് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഇവർ സൗകര്യപൂർവ്വം ഒരു ട്വിസ്റ്റ് അങ്ങോട്ടേക്ക് ഇടുന്നുണ്ട്. ആ ട്വിസ്റ്റും കൂടെ ആയപ്പോഴേക്കുണ്ടല്ലോ ഫ്ലാറ്റ്. ഇതെന്ത്, നമ്മളെന്താണ് ഈ കഴിഞ്ഞ 2.5 മണിക്കൂറായിട്ട് എന്ത് വാങ്ങാത്തലാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഫീലാണ് ഈ സിനിമ നൽകുന്നത്. തമിഴ് സിനിമയിലെ അച്ഛൻ, അമ്മ, തങ്കച്ചി പാസം ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും അപരാധിച്ച ഒരു വേർഷൻ ഇതിനു മുമ്പ് ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. ആ രീതിയിലാണ് ഈ സിനിമയിലുള്ള ക്യാരക്ടേഴ്സിനെ, ഈ സിനിമയിലുള്ള കഥ, സിറ്റുവേഷൻസ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ഈ സിനിമയിലെ നായിക ശ്രീ ഗൗരി പ്രിയ, പുള്ളിക്കാരി ഒരു നല്ലൊരു ആക്ട്രസ് ആണ്. ഇപ്പോൾ ലവർ എന്നുള്ളൊരു സിനിമയിൽ മണികണ്ഠൻ്റെ കൂടെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പുള്ളിക്കാരി ഉള്ളതുകൊണ്ട് പുള്ളിക്കാരി ഈ സിനിമയിൽ പുള്ളിക്കാരത്തേക്ക് എഴുതി വെച്ചിരിക്കുന്ന ആ ഓഞ്ഞ റോള് കഴിവതും നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിലേക്കേ ഉള്ളൂ. പിന്നെ ഇതിലെ ജി വി പി എന്ന് പറയുന്നത് നമ്മുടെ മലയാളം സിനിമയിലെ ധ്യാൻ ശ്രീനിവാസനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. വരുന്നു, ഒരു ബോംബിടുന്നു, പോകുന്നു, പിന്നെ വീണ്ടും വരുന്നു, ബോംബിടുന്നു, പോകുന്നു. എത്രയൊക്കെ ബോംബിട്ടാലും ഇവർക്ക് സിനിമ എന്ന് പറയുന്നത് അക്ഷയപാത്രം പോലെയാണ്, തീരുന്നില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ മക്കളും ഉണ്ടായാലും ഇവരുടെ സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അവസ്ഥ. പിന്നെ ജോർജ് മരിയനാണ് ഇതിൻ്റെ ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുള്ളിക്കാരനാണ് ഈ സിനിമയിൽ ആ കുതിരമുട്ട എന്ന് പറയുന്ന ആ ഒരു അച്ഛൻ ക്യാരക്ടർ. സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ സിനിമയിൽ പുള്ളി ഇല്ലാത്ത സീക്വൻസിൽ അടക്കം പുള്ളി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ പുള്ളിയുടെ ഈ ഒരു വേർഷൻ, ഈ ഒരു ഫാദർ വേർഷൻ നമ്മൾ ഓൾറെഡി ഡ്രാഗൺ എന്നുള്ള സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പുതുമയൊന്നുമില്ല. പുള്ളി അത് പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ചില മാസ് സീക്വൻസും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളി എന്താ പറയുക, ആ ഒരു ക്യാരക്ടർ വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും എഴുതി വെച്ചിരിക്കുന്ന എല്ലാം പക്കാ അബദ്ധമാണ്. ഞാൻ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോമഡിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും എഴുതും, ഇമോഷന് വേണ്ടി എന്ത് വേണമെങ്കിലും എഴുതും, വേണമെങ്കിൽ തോന്നിയ പോലെ ട്വിസ്റ്റ് ഞങ്ങൾ എഴുതിയിടും. അങ്ങനെയൊക്കെ എഴുതിയിട്ട് ഒരു സിനിമയില്ലേ, ആ സിനിമ ഒരു 2.5 മണിക്കൂർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഹാപ്പി രാജ് എന്നുള്ള ഈ സിനിമ. This auditorium is equipped with wheelchair-friendly seating. Please. AI-powered movie jockey ball.